അപ്പം നമ്മൾ നൈനിറ്റാളിലൊരു വീടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നൈനിറ്റാളിൽ ഒരു 5% മുസ്ലിംസും താമസമുണ്ട്, മൈനോറിറ്റി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലാണ് ഇത്. റൈസ എന്നാണ് പേര്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു കാശ്മീരി സുന്ദരിയെ പോലെയാണ്. നമ്മൾക്ക് ഇവിടെ കുറച്ച് ഇവരുടെ സ്പെഷ്യൽ, ഈദ് സമയത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വീറ്റാണ്. നമ്മളുടെ സേമിയ പായസം പോലത്തെ ഒരു കാര്യമാണ്. ഇസ്കാ നാം സെമയ്യ എന്നാണ് പറയുന്നത്. സേമിയയ്ക്ക് സെമയ്യ. ആൻഡ് നമ്മളുടെ കേട് വട പോലെ ദഹി വട. ഇതൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുവാണ് എനിക്ക് തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇത് ഡ്രൈ കോക്കനട്ടാണ്, കൊപ്ര പോലെ കുറച്ചാണ്. അതിൻ്റെ കൂടെ കിസ്മിസ്, നട്ട്സ്, ആൽമണ്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. സെമയ്യ ചെയ്തിരിക്കുന്നത് പാല്, സേമിയ, ഷുഗർ और घी भी है. ഓക്കെ, നമ്മുടെ സേമിയ പായസം പോലെ തന്നെയാണ്. ഇനി അതിൽ പക്ഷേ അവർ എക്സ്ട്രാ ഇടുന്നത് തേങ്ങ, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അത് ചേർത്താണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, സന്തോഷത്തോടുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തരാനായിട്ട്. ഇത് ദഹി വട. ഇവരുടെ ദഹി വടയാണ്. ദഹി വട എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉഴുന്നിലാണ് വട ഉണ്ടാക്കുന്നത്. ഇത് കടലമാവിൽ പക്കോട പോലെ, ദഹി പക്കോട സ്റ്റൈലിന്. അപ്പോൾ ഇതാണ് ഇവരുടെ ദഹി വട പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശരിക്കും കടലമാവിലെ ബോൾസ് തൈരിൻ്റെ ഒരു മിക്സ്. ये बहुत अच्छा है. ഇതിൽ തൈരിൻ്റെ കൂടെ കുറച്ചൊരു ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി ചേർത്തിട്ട് താളിച്ച്, ജീരകം ഇട്ട് താളിച്ചിട്ട് അതിൽ ബേസനിൽ പക്കോടാസ് ഉണ്ടാക്കി വട. അതാണ് കഴിയുമ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം കഴിക്കണം. ബൂന്തി റൈത്ത പോലത്തെ ഒരു ഫീലിംഗാണ്. ഐസാണ് ഇത്. അവരുടെ സ്വീറ്റ് കണ്ടില്ലേ, നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, കൊപ്ര ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് സെമയ്യ. ഇത് ബഹുത് അച്ഛാ. ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് എന്നറിയാം. സേമിയ പായസത്തിൻ്റെ ഒരു ലുക്കുണ്ടെങ്കിലും ആ ടേസ്റ്റ് അല്ല. കാര്യം തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു കോക്കനട്ട് ടേസ്റ്റ് വയ്ക്കുന്നുണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ്. ഒരു സേമിയ പായസം തേങ്ങാപ്പാലിൽ ചെയ്താൽ എങ്ങനെയിരിക്കും, നല്ല മധുരമൊക്കെ ആയിരിക്കും. ആ സ്വാദാണ്. വെരി ഡിഫറെൻറ്റ് ടേസ്റ്റ്. സെമയ്യ രണ്ട് മിക്സല്ല. എന്ത് പാവം ഉണ്ടാക്കിയെല്ലാം വെച്ചിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ തരാനായിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സന്തോഷം. അപ്പം നമ്മൾ കുറേ യാത്ര ചെയ്ത് ക്ഷേത്രമൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വന്നിട്ട് ഇങ്ങനൊരു സ്വീറ്റും ഒരു സേവറി ഐറ്റവും കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് ലോക്കൽ ഫുഡാണ്, ലോക്കൽ ഹൗസാണ്, ഇവിടെ തന്നെ ആൾക്കാരാണ്. മഞ്ഞുകാലം ആയിക്കഴിഞ്ഞാൽ 2 മാസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് പറഞ്ഞത്. ഒരു ഫാമിലിയായിട്ട് ഗ്രാമത്തിലേക്ക് പോകും. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല സ്നോ ആണ് ആ സമയം. താങ്ക് യു, ശുക്രിയ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മധുരത്തോടു കൂടി തന്നെ അവസാനിക്കട്ടെ. നാളെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ കാത്തിരിക്കും.